അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കായ്പോളയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴിമുട്ട 4 എണ്ണം, 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പഞ്ചസാര 3½ ടേബിൾ സ്പൂൺ, നെയ്യ് ആവശ്യത്തിന്. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ചേർത്ത് വഴറ്റാം. അണ്ടിപ്പരിപ്പും കിസ്മിസും മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിനെ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നമ്മുടെ നേന്ത്രപ്പഴം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കോഴിമുട്ടയെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര 3½ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 3½ ടേബിൾ സ്പൂൺ ഓപ്ഷണലാണ്. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ പഴത്തിൻ്റെ മധുരം കൂടെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പഴത്തിനെ ചേർക്കാം. ഇതിന് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് മതി. നമ്മൾ ആദ്യം പഴത്തിന് നെയ്യിൽ വഴറ്റിയെടുത്തതാണ്. ഇതിനെ നമുക്ക് മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേഗം തന്നെ അടച്ചു വെക്കാം. ഒരു 15-20 മിനിറ്റോളം നമ്മളെ കേക്ക് റെഡിയാവും. നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്നാക്കാണ്, നോമ്പുതുറ വിഭവമാണ്. ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.